കുട്ടികളെ, നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം കേരള സ്റ്റേറ്റ് സിലബസിലെ 11ാം ക്ലാസ്സിലെ ഗൂസ്ബെറീസ് എന്ന ഇംഗ്ലീഷ് പാഠമാണ്. ഇത് എഴുതിയത് ആൻറ്റൺ ചെക്കോവാണ്. ഹി വാസ് എ റഷ്യൻ പ്ലേറൈറ്റ് ആൻഡ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ഹി വാസ് ബോൺ ഇൻ 1860. 1860 ഇദ്ദേഹം ജനിച്ചത്. നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ഗൂസ്ബെറീസ്. From early morning, the sky had been overcast with the clouds. രാവിലെ മുതൽ, from the early morning, the sky had been overcast with the clouds. ആകാശം മേഘാവൃതമാണ്. The day was still. പകൽ വളരെ ശാന്തമാണ്, അനക്കമില്ല. Cool, തണുത്തതാണ്. വിരസവുമാണ്. There was still cool and wearisome as usual on grey dull days. Grey dull days എങ്ങനെയാണ്? ഇപ്രകാരം വിരസമാണ്, വളരെ കൂളാണ് പ്രഭാതം. വെൻ ദ ക്ലൗഡ്സ് ഹാങ് ലോ ഓവർ ദ ഫീൽഡ്സ്. വയലിലേക്ക് നോക്കി കഴിഞ്ഞാൽ മേഘങ്ങളൊക്കെ താഴേക്ക് മുട്ടുന്ന പോലെ ഹാങ്സ് ലോ ഓവർ ദ ഫീൽഡ്സ്. അങ്ങനെ വയലിലേക്ക് നോക്കിയാൽ ചക്രവാളത്തിലൂടെ താഴെ വയലിലേക്ക് മുട്ടുന്ന മേഘങ്ങളെ കാണാം. ആൻഡ് ലുക്സ് ലൈക്ക് റെയിൻ വിച്ച് നെവർ കംസ്. മഴ പെയ്യാൻ പോവുകയാണെന്ന് തോന്നും, പക്ഷേ വരില്ല. ഐവാൻ ഇവാനിച്ച് ദ വെറ്റിനറി സർജൻ. ഐവാൻ ഇവാനിച്ച് എന്ന് പറഞ്ഞ വെറ്റിനറി സർജനാണ്. ആൻഡ് ബോർസ്കിൻ ദ സ്കൂൾ മാസ്റ്റർ വർ ടയേർഡ് ഓഫ് വാക്കിംഗ്. അവരാണെങ്കിൽ നടന്ന് ക്ഷീണിച്ച് വരികയാണ്. ദ വർ ടയേർഡ് ഓഫ് വാക്കിംഗ് ആൻഡ് ദ ഫീൽഡ് സീംഡ് എൻലെസ് ടു ദം. അങ്ങോട്ട് നോക്കിയാലേ ഈ വയലേലകൾ അവസാനിക്കുന്നില്ലല്ലോ എന്ന് തോന്നും. ആൻഡ് ഫീൽഡ്സ് സീംഡ് എൻലെസ് ടു ദം. അവർക്കത് വയലേലകൾ അവസാനിക്കുന്നില്ല എന്ന് തോന്നും. ഫാർ അഹെഡ് ദേ കുഡ് ജസ്റ്റ് സീ വിൻഡ്മിൽസ് ഓഫ് ദ വില്ലേജ് ഓഫ് മിറോസ്കി. അകലെ ഫാർ ഹെഡ് ദേ കുഡ് സീ, അവർക്ക് കാണാൻ കഴിഞ്ഞു. ദേ കുഡ് ജസ്റ്റ് സീ, അങ്ങ് കാണാൻ മാത്രം കഴിയുന്നു. വിൻഡ്മിൽസ് ഓഫ് ദ വില്ലേജസ് ഓഫ് മിറോസ്കി വില്ലേജിൻ്റെ വിൻഡ്മിൽസൊക്കെ അങ്ങ് ദൂരെ കാണാം, ജസ്റ്റ് ഒന്ന് കാണാനും മാത്രം. ആൻഡ് ദ കാം വെതർ വെൻ ഓൾ നേച്ചർ സീംഡ് ജെന്റിൽ ആൻഡ് മെലങ്കലിക്. ഈ ശാന്തമായ ഈ കാലാവസ്ഥയിലെ നേച്ചർ സീംഡ് ജെന്റിൽ. നേച്ചറാണെങ്കിൽ പ്രകൃതി വളരെ ജെന്റിലാണ്, എന്നാൽ മെലങ്കലിക്കുമാണ്. മെലങ്കലിക് മീൻസ് ഒരു ദുഃഖഛായയുണ്ട്. ഇവാനിച്ച് ആൻഡ് ബേർസ്കിൻ were filled with love for fields. അവർക്കാണ് ഈ വയലേലോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. ആൻഡ് തോട്ട് ഹൗ ഗ്രാൻഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ദ കൺട്രി വാസ്. അവർ വിചാരിച്ചു ഈ ഗ്രാമപ്രദേശമൊക്കെ എത്ര ബ്യൂട്ടിഫുള്ളാണ്, എത്ര ഗ്രാൻഡാണ്, എത്ര മഹത്വമേറിയതാണ്. അവരെ നോക്കി, ആ പ്രകൃതിയെ നോക്കി ഒന്ന് ആസ്വദിച്ചു. ലാസ്റ്റ് ടൈം വെൻ ഹി സ്റ്റോപ്ഡ് ഇൻ പ്രൊക്കോഫിസ് ഷെഡ്. അവർ പറഞ്ഞു ലാസ്റ്റ് ടൈം, കഴിഞ്ഞ പ്രാവശ്യം, ഹി സ്റ്റോപ്ഡ് ഇൻ പ്രൊക്കോഫൈസ് ഷെഡ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രൊക്കോഫൈസ് ഷെഡ് വന്ന് നിന്നു. സെഡ് ബോർസ്കിൻ പറഞ്ഞു, യു ആർ ഗോയിങ് ടു ടെൽ മീ എ സ്റ്റോറി. ഓ, നീ എന്നോട് കഥ പറയാൻ തുടങ്ങി അല്ലേ? യെസ്, ഐ വോണ്ട് ടു ടെൽ യു അബൌട്ട് മൈ ബ്രദർ. ശരി, എനിക്ക് എൻ്റെ ബ്രദറിനെ പറ്റി പറഞ്ഞേ പറ്റുള്ളൂ. ഐ വോണ്ട് ടു ടെൽ യു അബൌട്ട് മൈ ബ്രദർ. ഇവാനിച്ച് ടുക്ക് എ ഡീപ് ബ്രത്ത്. അദ്ദേഹം ശ്വാസം വലിച്ചു. ഡീപ് ബ്രത്ത് എടുത്തു, ആഴത്തിലുള്ള ശ്വാസം വലി. ആൻഡ് ലൈറ്റഡ് ഹിസ് പൈപ്പ് ബിഫോർ ബിഗിനിങ് ദ സ്റ്റോറി. കഥ തുടങ്ങുന്നതിന് മുമ്പ് തൻ്റെ പൈപ്പ് ഒന്ന് ലൈറ്റഡ് ഹിസ് പൈപ്പ്. അദ്ദേഹം തൻ്റെ പൈപ്പ് വലിക്കുന്ന ആളാണ്. അദ്ദേഹം അത് തീ കൊളുത്തി. ബട്ട് ജസ്റ്റ് ദെൻ ദ റെയിൻ ബിഗാൻ ടു ഫൂൾ. ആ സമയത്ത് തന്നെ മഴയും പെയ്തു. ആൻഡ് ഇൻ 5 minutes, 5 മിനിറ്റിനുള്ളിൽ ഇറ്റ് കെയിം പെൽട്ടിങ് ഡൗൺ. അത് താഴേക്ക് കല്ലെറിയുന്ന പോലെ പെൽട്ടിങ് ഡൗൺ ആണ്, ശക്തമായ മഴ. ആൻഡ് ഷൗഡ് നോ സൈൻസ് ഓഫ് സ്റ്റോപ്പിംഗ്. മഴ നിൽക്കുന്നതിൻ്റെ ഒരു ലക്ഷണവുമില്ല. വി ഓർ ടു ടേക്ക് ഷെൽട്ടർ. ഇങ്ങനെ പോയാൽ പോരാ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഷെൽട്ടറിൻ്റെ ഇടയിൽ പോകണം. ഒരു എവിടെയെങ്കിലും ഒരു അഭയസ്ഥാനത്ത് കയറി നിൽക്കണം. സെറ്റ് ബോർക്കിൻ പറഞ്ഞു, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കണം. ലെറ്റ് us ഗോ ടു അലിയോസ്കിൻ്റെ അവിടെ പോകാം. ഇറ്റ് ഇസ് ക്ലോസ് ബൈ, വളരെ അടുത്താണ്. വെരി വെൽ, നന്നായി. ദേ ടുക്ക് എ ഷോർട്ട് കട്ട് ഓവർ എ സ്റ്റബിൾ ഫീൽഡ്. അവർ ഷോർട്ട് കട്ടിലോടി വേഗം. ദേ ടുക്ക് എ ഷോർട്ട് കട്ട് ഓവർ എ സ്റ്റബിൾ ഫീൽഡ്. അതുതന്നെ സ്റ്റബിൾ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കൊയ്തൊഴിഞ്ഞ പാടശേഖരങ്ങളിലെ വൈക്കോലിൻ്റെ തുണ്ടുകൾ മുകളിലേക്ക് ഉയർന്നു നിൽക്കും. അങ്ങനെയുള്ള അങ്ങനെയുള്ളതിനാണ്, ആ ഫീൽഡിനെയാണ് സ്റ്റബിൾ ഫീൽഡ് എന്ന് പറയുന്നത്. കൊയ്തൊഴിഞ്ഞ പാടശേഖരം കുറ്റിയായിട്ട് നിൽക്കുന്ന അതിൻ്റെ ഇടയ്ക്കൂടെ. അണ്ടിൽ ദേ കെയിം ടു ദ റോഡ്. അവസാനം അവർ റോഡിൽ വന്നു. സൂൺ ദേ കെയിം ടു എ വൈഡ് റോഡ് വിത്ത് മിൽ ആൻഡ് ദ വൈറ്റ് ബാത്തിങ് ഷെഡ്. അവിടെ അവർ വന്ന് കണ്ടു, അവിടെ മില്ലുണ്ട്, ഒരു ബാത്തിങ് ഷെഡും ഉണ്ട്, ഒരു കുളിപ്പരയൊക്കെ ഉണ്ട്. ഇറ്റ് വാസ് സൊഫീനോ വർ അൽക്കിനോ ലീവ്ഡ്. ഇതേ സ്ഥലത്തിൻ്റെ പേരായിരിക്കും സൊഫീൻ, അല്ല വീടിൻ്റെ പേരായിരിക്കാം. വേർ അലിയോസ്കിൻ ലീവ്ഡ് ജീവിച്ചിരുന്ന സ്ഥലമാണിത്. ദ മിൽ വാസ് വർക്കിംഗ്. മില്ലവിടെ വർക്ക് ചെയ്യുന്നുണ്ട്.
ഡ്രൗണിങ് ദ സൗണ്ട് ഓഫ് ദ റെയിൻ. മഴയുടെ ആ ഹുങ്കാരത്തെ ഇത് മുക്കിക്കളയുന്നുണ്ട്. അത്രയ്ക്ക് സൗണ്ടാണ് മില്ല് വർക്ക് ചെയ്യുമ്പം. മഴയുടെ സൗണ്ട് അതിൻ്റെ അകത്ത് മുങ്ങിപ്പോകുന്നുണ്ട്. ഇറ്റ് വാസ് സ്വെറ്റ് മെഡി ആൻഡ് അൺപ്ലസൻറ്റ്. നനഞ്ഞ് കുതിർന്ന് മെഡിയാണ്, ചെളി പിടിച്ച് കിടക്കുന്നതാണ്. ആൻഡ് അൺപ്ലസൻറ്റ്, ഒരു സുഖമില്ല. ആൻഡ് ഇവാനിച്ച് ആൻഡ് ബോർക്കിൻ ഫെൽറ്റ് വെറ്റ് ആൻഡ് അൺകംഫർട്ടബിൾ ത്രൂ ആൻഡ് ത്രൂ. അവർക്കാണ് നനഞ്ഞ് കുളിച്ചത്. ദ ഫെൽറ്റ് അൺകംഫർട്ടബിൾ, ഒരു അസ്വാരസ്യം തോന്നി, കംഫർട്ടബിൾ അല്ല. ദർ ഫീറ്റ് വർ ടയേർഡ് വിത്ത് വാക്കിംഗ് ഇൻ ദ മഡ്. ചെളിക്കകത്ത് ഓടി നടന്ന് കാലുകളൊക്കെ ക്ഷീണിച്ചു. ഇൻ വൺ ഓഫ് ദീസ് ബാൻഡ്സ് എ വിന്നോവിങ് മെഷീൻ വാസ് വർക്കിംഗ്. അവിടെ ഒരു ധാന്യപ്പുരയിൽ ഒരു വിന്നോവിങ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. വിന്നോവിങ് മീൻസ് കാറ്റടിച്ച് ചാഫ് നീക്കുന്ന മെഷീനാണ്. ആ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. സെൻഡിങ് ഔട്ട് ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ്. ആകെ പൊടിപടലമാണ്. ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റാണ്, ആകെ പൊടിപടലമാണ് ഇത് വർക്ക് ചെയ്യുമ്പം. ധാന്യങ്ങളിലെ ചാഫ് നീക്കിയെടുക്കുന്ന വർക്കാണ് അവർ ചെയ്യുന്നത് വിന്നോയിങ് മെഷീനിൽ. ഓൺ ദ ത്രഷോൾഡ് സ്റ്റുഡ് അലിയോഖിൻ. ആ ത്രഷോൾഡിൽ, ഉമ്മറപ്പടിയിൽ ലിയോഖിൻ നിപ്പുണ്ട്. ഹിംസെൽഫ്, അയാൾ തന്നെ, അയാളോട് നിപ്പുണ്ട്. ദ മാൻ ഓഫ് അബൌട്ട് 40, ഒരു 40 വയസ്സ് തോന്നിക്കുന്ന ആൾ. ടോൾ ആൻഡ് സ്റ്റൗട്ട്, നല്ല ഉയരമുള്ള തടിയൻ. വിത്ത് ലോങ് ഹെയർ, നീളമുള്ള മുടി. മോർ ലൈക്ക് എ പ്രൊഫസർ ഓർ എ പെയിൻറ്റർ തന്നെ ഫാർമർ. കണ്ടാൽ ഒരു പ്രൊഫസറോ ഒരു ഫാർമറോ തോന്നും, അല്ല ഒരു പെയിൻറ്ററോ തോന്നും, ഫാർമറാണെന്ന് തോന്നിക്കുകയില്ല. മോർ ലൈക്ക് എ പ്രൊഫസർ ഓർ എ പെയിൻറ്റർ തന്നെ ഫാർമർ. ഇയാളെ കണ്ടാൽ ഫാർമറാണെന്ന് വിചാരിക്കില്ല, ഒരു പ്രൊഫസറോ ഒരു പെയിൻറ്ററോ വല്ലതും ആയിരിക്കുമെന്ന് വിചാരിക്കും. ഹി വാസ് വെയറിങ് എ ഗ്രിമ്മി വൈറ്റ് ഷർട്ട്. പുള്ളിയുടെ ഷർട്ടൊക്കെ ആകെ മുഷിഞ്ഞതാണ്. ഗ്രിമ്മി വൈറ്റ് ഷർട്ട്, ചെളിയൊക്കെ പിടിച്ച് നിൽക്കുന്നതാണ്. ആൻഡ് റോബ് ബെൽറ്റും ഉണ്ട്. ആൻഡ് പാൻസ് ഇൻസ്റ്റെഡ് ഓഫ് ട്രൗസേഴ്സ്. ട്രൗസേഴ്സിന് പകരം പുള്ളി പാൻറ്റാണ് ഇട്ടിരിക്കുന്നത്. ആൻഡ് ഹിസ് ബൂട്ട്സ് വർ കവേർഡ് വിത്ത് മഡ് ആൻഡ് സ്ട്രോ. അവിടെയൊക്കെ ചെളിയിലൊക്കെ നടന്ന് മഡ് സ്ട്രോയും ഒക്കെ അയാളുടെ ബൂട്ടിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഹിസ് നോസ് ആൻഡ് ഐസ് വർ ബ്ലാക്ക് വിത്ത് ഡസ്റ്റ്. അങ്ങനെ മൂക്കും അങ്ങനെ കണ്ണുകളും ഒക്കെ പൊടിയൊക്കെ പിടിച്ച് നല്ല കറുപ്പ് നിറത്തിലാണ്, ചെളി പിടിച്ചിട്ടുണ്ട്. ഹേ റെക്കഗ്നൈസ്ഡ് ഇവാനിച്ച്. അത് ഇവാനിച്ചിനെ മനസ്സിലായി. ആൻഡ് വാസ് അപ്പയറൻലി വെരി പ്ലീസ്ഡ്. വളരെ പെട്ടെന്ന് കണ്ടു, അയാൾ വളരെ പ്ലീസ്ഡായി, കണ്ടിട്ട് സന്തോഷം തോന്നി. അപ്പയറൻലി മീൻസ് വളരെ ക്ലിയർ ആണ്, വെരി പ്ലീസ്ഡ് ആണ്. പ്ലീസ് ജെൻറ്റിൽമാൻ ഹി സെഡ്, വരൂ മാന്യരെ, ഗോ ടു ദ ഹൗസ്, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഐ വിൽ ബി വിത്ത് യു ഇൻ എ മിനിറ്റ്. ഞാൻ നിങ്ങളോട് കൂടെ ഒരു മിനിറ്റിനുള്ളിൽ വരാം എന്ന് പറഞ്ഞു. ഹൗസ് വാസ് ലാർജ് ആൻഡ് 2 സ്റ്റോറേഡ്. വീടാണെങ്കിലോ വളരെ വലുതാണ്, 2 നിലയാണ്, 2 സ്റ്റോറേഡാണ്. അലിയോസ്കിൻ ലീവ് ഡൗൺ സ്റ്റേഴ്സ് ഇൻ 2 വോൾട്ടഡ് റൂംസ്. താഴെ അലിയോസ്കിൻ അദ്ദേഹത്തിൻ്റെ മുറി താഴെയാണ്. ഇത് 2 വോൾട്ടഡ് റൂംസ്, 2 വോൾട്ടഡ് റൂംസ് ഉണ്ട്. നിലവറയൊക്കെയുള്ള റൂമാണ്. ധാന്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ നിലവറ താഴെയുണ്ട് അവരുടെ റൂമിൽ തന്നെ. വിത്ത് ലിറ്റിൽ വിൻഡോസ്. അത് വിൻഡോ ഒന്നും കാര്യമായിട്ടില്ല. ഇവാനിച്ച് ആൻഡ് ബോർക്കിൻ വാർ റിസീവ്ഡ് ബൈ എ ചേംബർ മെയ്ഡ്. അവിടെ ഒരു സ്ത്രീയുണ്ട്, ഒരു ജോലിക്കാരത്തെ അവിടെ സ്വീകരിച്ചു. യു കനോട്ട് ഇമാജിൻ ഹൗ ഗ്ലാഡ് ഐ ആം ടു സീ യു ജെൻറ്റിൽമാൻ. നിങ്ങളെ കണ്ടതിൽ എനിക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് പറയാൻ എനിക്കാവുന്നില്ല. യു കനോട്ട് ഇമാജിൻ, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുമോ? ഹൗ ഗ്ലാഡ് ഐ ആം ടു സീ യു, എത്രമാത്രം നിങ്ങളോട് കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് സെഡ് അലിയോക്കിൻ പറഞ്ഞു. കമ്മിങ് ആഫ്റ്റർ ദം ഇൻ ടു ദ ഹോളിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഐ നെവർ എക്സ്പെക്റ്റഡ് യു പലാഖ്വയ. ആ പേരാണ് ഞാൻ നിങ്ങൾ പ്രതീക്ഷിച്ചില്ല പലാഖ്വയ. ഹി സെഡ് ടു ദ മെയ്ഡിനോട് പറഞ്ഞു, യു മൈ ഫ്രണ്ട്സ് എ ചേഞ്ച് ഓഫ് ക്ലോത്ത്സ്. എൻ്റെ ഫ്രണ്ട്സിന് എന്തെങ്കിലും ഒരു ഡ്രസ്സ് മാറാൻ കൊടുത്തേ, ആകെ നനഞ്ഞ് കുളിച്ചല്ല വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞ് നല്ലൊരു ഡ്രസ്സ് കൊടുക്കുക. ആൻഡ് ഐ വിൽ ചേഞ്ച്, ഞാനും ചേഞ്ച് ചെയ്യാം. ടു മീൻസ് ഓൾസോ, ബട്ട് ഐ മസ്റ്റ് ഹാവ് എ ബാത്ത്. എനിക്കൊന്ന് കുളിക്കണം കേട്ടോ. ഐ ഹാവൻറ്റ് ഹാഡ് വൺ സിൻസ് ദ സ്പ്രിങ്. സ്പ്രിങ് ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ടേ ഇല്ല. വുഡിൻറ്റ് യു ലൈക്ക് ടു കം ടു ദ ബാത്തിങ് ഷെഡ്? വരുന്നോ? കുളിപ്പരയിലോട്ട് വരുന്നോ? ആൻഡ് മീൻ വൈൽ അവർ തിങ്സ് വിൽ ബി ഗോട്ട് റെഡി. ഇതെല്ലാം കഴിയുമ്പം കാര്യങ്ങളൊക്കെ റെഡിയാകും, വസ്ത്രങ്ങളൊക്കെ ആകും, കുളിച്ചു വരാം. അലിയോക്കിൻ ലെറ്റ് ദ ഗസ്റ്റ് ഇൻ ടു ദ ബാത്തിങ് ഷെഡിലേക്ക് കൊണ്ടുപോയി. യെസ് ഹി സെഡ്, ഇറ്റ് ഈസ് എ ലോങ് സിൻസ് ഐ ഹാഡ് എ ബാത്ത്. ശരിയാണ്, ഒരുപാട് നാളായി ഞാൻ കുളിച്ചിട്ട്. മൈ ബാത്തിങ് ഷെഡ് ഈസ് ഓൾ റൈറ്റ്. എൻ്റെ കുളിപ്പരയൊക്കെ നല്ല അടിപൊളിയാണ്. ബട്ട് ആസ് യു സീ മൈ ഫാദർ ആൻഡ് ഐ പുട്ട് ഇറ്റ് അപ്പ്. ഞാനും എൻ്റെ ഫാദറും കൂടി ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. ബട്ട് സംഹൗ ഐ ഹാവ് നോ ടൈം ടു ബൈത്ത്. പക്ഷേ ഒരു കാര്യം, എനിക്ക് കുളിക്കാൻ സമയമൊന്നും കിട്ടിയിട്ടില്ല. ഹീ സാറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്പ്. അദ്ദേഹം ആ ചവിട്ടുപടിയിൽ സ്റ്റെപ്പിലിരുന്നു. ആൻഡ് ലാദർ ഡേസ് ലോങ് ഹെയർ, മുടിയിലൊന്ന് സോപ്പ് പതച്ചു. ആൻഡ് നെക്ക്, അതുപോലെ തന്നെ കഴുത്തിലും. ആൻഡ് വാട്ടർ റൗണ്ട് ഹിം ബിക്കെയിം ബ്രൗൺ. ചെളിയൊക്കെ ഇറങ്ങി അതിൽ കുളം കലക്കാണ്. അതിൻ്റെ ചെളിയിൽ ഇഷ്ടംപോലെ ചെളി വെള്ളത്തിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഇവാനിച്ച് കെയിം ഔട്ട് ഓഫ് ദ ഷെഡ്. ഇവാനിച്ച് ഷെഡിൽ നിന്ന് പുറത്തു വന്നു. പ്ലഞ്ച് ഇൻ ടു ദ വാട്ടർ, വെള്ളത്തിലേക്ക് ചാടി. വിത്ത് എ സ്പ്ലാഷ്, വെള്ളത്തിലേക്ക് ചാടുകയാണ്. കുളിപ്പര കെട്ടിയിരിക്കുന്നത് കുളത്തിനോട് ചേർന്നാക്കാം. ആൻഡ് സ്വാം അബൌട്ട് ഇൻ ദ റെയിൻ, മഴയത്ത് അങ്ങേര നീന്തി തുടിച്ചു. ഫ്ലാപ്പിംഗ് ഹിസ് ആംസ്, കൈവീശി
കുട്ടി വീശിയടിച്ചു. സെൻഡിങ് വേവ്സ് ബാക്ക്. അങ്ങനെ കൈ വീശിയടിക്കുമ്പം താഴെ കുളത്തിൽ ഇഷ്ടംപോലെ വെള്ളം വേവ്സ് ഉണ്ടാകുന്നുണ്ട്, തിരയുണ്ടാകുന്നുണ്ട്. ഹേ ഷാം ഔട്ട് ഇൻ ടു ദ മിഡിൽ ഓഫ് ദ പൂൾ. കുളത്തിലേക്ക് അങ്ങനെ നീന്തി ആൻഡ് ഡൈവ്ഡ്. നീന്തുക മാത്രമല്ല ചാടി വരികയും ചെയ്യും. ട്രൈങ് ടു റീച്ച് ദ ബോട്ടം. ഇതിൻ്റെ അടുത്തായിട്ടൊന്ന് കാണാനുള്ള ഉദ്ദേശത്തിലാണെന്ന് തോന്നുന്നു. അങ്ങ് അടിയിലോട്ട് പോയി. ഹൗ ഡെലീഷ്യസ്, എത്ര രസമാണ്. ഹി ഷൗട്ടഡ് ഇൻ ഹിസ് ഗ്ലീ. സന്തോഷം കൊണ്ട് അദ്ദേഹം വിളിച്ചു. ഹൗ ഡെലീഷ്യസ്. ബോർസ്കിൻ അലിയോസ്കിൻ വെർ ഓൾറെഡി ഡ്രസ്ഡ്. അവരാണ് ഡ്രസ്സ് ചെയ്തിരുന്നു. ആൻഡ് റെഡി ടു ഗോ. അവരാണ് പോകാൻ ഒരുങ്ങി നിൽക്കുക. ബട്ട് ഹേ കെപ്റ്റ് സ്വിമ്മിങ് ആൻഡ് ഡൈവിങ്. ഈ വെള്ളം കാണാത്ത പോലെ ഇയാൾ ഇവിടെ കിടന്നുകൊണ്ട് സ്വിമ്മിങ് ആൻഡ് ഡൈവിങ് ആണ്. ഡെലീഷ്യസ് ഹി സെഡ്. ടു ഡെലീഷ്യസ്. വളരെ രസകരമായിരിക്കുന്നു. യു ഹാവ് ഹാഡ് ഇനഫ് ഷൗട്ടഡ് ബോർസ്കിൻ. ബോർസ്കിൻ പറഞ്ഞു മതിയുടെ കയറിപ്പോരെ. യു ഹാവ് ഹാഡ് ഇനഫ്. ഇപ്പോൾ ആവശ്യത്തോളം നീന്തി തുടിച്ചു, വേഗം വാ. ദേ വെൻ ടു ദ ഹൗസ്. വീട്ടിലേക്ക് പോയി. ആൻഡ് ഒൺലി വെൻ ദ ലാമ്പ് വാസ് ലിറ്റ് ഇൻ ദ ലാർജ് ഡ്രോയിങ് റൂം അപ്സ്റ്റേഴ്സ്. മോളിൽ വിളക്ക് തെളിച്ചപ്പോഴാണ് ബോർക്കിൻ ആൻഡ് ഇവാൻസ് ഡ്രസ്ഡ് ഇൻ സിൽക്ക് ഡ്രസ്സിംഗ് ഗൗൺസ് ആൻഡ് വാം സ്ലിപ്പേഴ്സ്, ലോങ്ഡ് ഇൻ ചെയേഴ്സ് ആൻഡ് ലോക്കിൻ ഹിംസെൽഫ് വാഷ്ഡ് ആൻഡ് ബ്രഷ്ഡ്. അവരെല്ലാവരും ഡ്രസ്സ് ചെയ്തു. ഇൻ എ ന്യൂ ഫ്രോക്ക് കോട്ട് പേസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ഡിഡ് ഇവാനിച്ച് ബിഗിൻ ഹിസ് സ്റ്റോറി. ഈ സമയത്താണ് തൻ്റെ കഥ തുടങ്ങാൻ പോകുന്നത്. വി ആർ ടു ബ്രദേഴ്സ്. ഞങ്ങൾ രണ്ട് സഹോദരന്മാരാണ്. ഹി ബിഗാൻ. അദ്ദേഹം പറഞ്ഞു. ഇവാൻ ഇവാനിച്ച് ആൻഡ് നിക്കോള ഇവാനിച്ച്. രണ്ട് പേര്. ഞങ്ങളുടെ പേര് ഒരാളുടെ പേര് ഇവാൻ ഇവാനിച്ച് എന്നാണ്, മറ്റേ ആൾ നിക്കോള ഇവാനിച്ച് ആണ്. 2 years യങ്ങർ. 2 വയസ്സ്. എളുപ്പമാണ് കേട്ടോ. ഐ വെൻ എൻ ഫോർ സ്റ്റഡി. ഞാൻ പഠിക്കാൻ പോയി. ആൻഡ് ബിക്കേം എ വെറ്റിനറി സർജൻ. ഞാൻ ഒരു വെറ്റിനറി സർജനായി കേട്ടോ. വൈ നിക്കോള ഐ വാസ് അറ്റ് എക്സ്ചേഞ്ചർ കോർട്ട് വെൻ ഹി വാസ് 19. അവനാണ് എക്സ്ചേഞ്ചർ കോർട്ടിൽ ചെന്നു 19 വയസ്സുള്ളപ്പോൾ. അവർ ഫാദർ സ്കിംഷ ഹിമാലയസ്കി വാസ് എ കാൻറ്റണിസ്റ്റ്. അദ്ദേഹം ഒരു പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഞങ്ങളുടെ ഫാദർ. ബട്ട് ഹി ഡൈഡ് വിത്ത് ആൻ ഓഫീസേഴ്സ് റാങ്ക് ആൻഡ് ലെഫ്റ്റ് അസ് ഇൻ ദ ടൈറ്റിൽ ഓഫ് നൊബിലിറ്റി. അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയി. ഞങ്ങൾക്ക് ആ നൊബിലിറ്റി തന്നു. ആ ടൈറ്റിൽ ഓഫ് നൊബിലിറ്റി ഞങ്ങൾക്ക് കിട്ടി. നോബിൾ കുലീന കുടുംബത്തിൽ പിറന്നുള്ള പേര് മാത്രം ഞങ്ങൾക്ക് തന്ന് അദ്ദേഹം കടന്നുപോയി. എൻ്റെ സ്മോൾ എസ്റ്റേറ്റ് ആഫ്റ്റർ ഹിസ് ഡെത്ത്. ഇത് മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ കുറേ സ്ഥലങ്ങൾ കിട്ടി. സ്മോൾ എസ്റ്റേറ്റ് വെച്ച് കുറേ സ്ഥലമുണ്ട്. എസ്റ്റേറ്റ് വെൻ ടു പേ ഹിസ് ഡെപ്റ്റ്. കടം വീട്ടാൻ ഈ എസ്റ്റേറ്റൊക്കെ പോയി. ഹവർ വി സ്പെൻഡ് അവർ ചൈൽഡ്ഹുഡ് ദയർ. എന്തൊക്കെയല്ല ഞങ്ങൾ ചൈൽഡ്ഹുഡ് അവിടെയാണ് കഴിച്ചു കൂട്ടിയത്. ദേ ആർ ഇൻ ദ കൺട്രി. ആ ഗ്രാമത്തിൽ. വി ആർ ജസ്റ്റ് ലൈക്ക് പെസൻസ് ചിൽഡ്രൻ. ഞങ്ങളെ നോക്കിയാൽ കൃഷിക്കാരൻ്റെ മക്കളാണെന്ന് തോന്നുള്ളൂ. ഇതുപോലെ പട്ടാളത്തിലെ വലിയ മേജറിൻ്റെ മകനാണെന്ന് തോന്നുന്നില്ല. യു ആർ ജസ്റ്റ് ലൈക്ക് പെസൻസ് ചിൽഡ്രൻ. സ്പെൻഡ് ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ഇൻ ദ ഫീൽഡ്സ്. ഞങ്ങൾ വയലുകളിൽ പണി രാവും പകലും കഴിച്ചു കൂട്ടി. ആൻഡ് ദ വുഡ്സ്. വനങ്ങളിലും. മൈൻഡഡ് ദ ഹോഴ്സസ് ബാർ ദ ലൈം ട്രീസ് ഫിഷ്ഡ് ആൻഡ് സോ ഓൺ. ഞങ്ങൾ എന്തൊക്കെ ചെയ്തെന്നോ. ഞങ്ങൾ കുതിരകളെ മേയിച്ചു, മരത്തിൻ്റെ തൊലിയൊക്കെ വെട്ടി, ഫിഷ്ഡ് ആണ്, മീൻ പിടിച്ചു, ആൻഡ് സോ ഓൺ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ ജോലികളൊക്കെ ചെയ്തു. ആൻഡ് യു നോ once a man fished or watched the thrushes hovering the flocks over the village in the bright. നിങ്ങൾക്കറിയാവുന്നതുപോലെ വൺസ് എ മാൻ ഹാസ് ഫിഷ്ഡ്. ഒരിക്കലൊക്കെ ഒരു മനുഷ്യൻ മീൻ പിടിക്കാനൊക്കെ പോയി. ഓർ വാച്ച്ഡ് ദ thrushes hovering in flocks over the village in the bright cool autumn days. നല്ല ബ്രൈറ്റ് കൂൾ ഓട്ടം ഡേയ്സിൽ ചെടികളിങ്ങനെ thrushes ആയിട്ടൊക്കെ നിൽക്കുന്ന കണ്ട് ഒരാൾ. ഹി ക്യാൻ നെവർ റിയലി ബി എ ടൗൺ മാൻ. അയാൾക്ക് ടൗൺസ്മാൻ ആകാൻ പറ്റില്ല. അല്ല ഗ്രാമീണ ജീവൻ നയിക്കാൻ താല്പര്യപ്പെടുകയുള്ളൂ. ആൻഡ് ടു ദ ഡേ ഓഫ് ഹിസ് ഡെത്ത്. അദ്ദേഹം മരിക്കുന്നതിന് വരെ ഹി വിൽ ബി ഡ്രോൺ ടു ദ കൺട്രി. അദ്ദേഹം ഈ ഗ്രാമത്തിൽ തന്നെ ആഴ്ന്ന് ജീവിക്കും. മൈ ബ്രദർ പിൻഡ് അവേ ഇൻ ദ എക്സ്ചക്കർ. ഇയേഴ്സ് പാസ്. എൻ്റെ ബ്രദറാണെങ്കിൽ അവിടെ അങ്ങ് പിൻഡായി. അദ്ദേഹം അവിടെ സ്ഥിരവാസമായി. ആൻഡ് ഹീ സാറ്റ് ഇൻ ദ സെയിം പ്ലേസ്, റോട്ട് ഔട്ട് ദ സെയിം ഡോക്യുമെൻറ്റ്സ്. അവിടെ സെയിം പ്ലേസിലിരുന്നു സെയിം ഡോക്യുമെൻറ്റ്സ് ഒക്കെ എഴുതി ഉണ്ടാക്കി. തോട്ട് ഓഫ് വൺ തിങ്. ഒരു കാര്യം ആലോചിച്ചു. ഹൗ ടു ഗെറ്റ് ബാക്ക് ദ കൺട്രി. എങ്ങനെയാണ് കൺട്രി ആൻഡ് ടു ബൈ സ്മോൾ ഫാം സംവെയർ ബൈ ദ ബാങ്ക് ഓഫ് റിവർ. അവിടെ എന്തെങ്കിലും ഒരു കൺട്രിയിൽ ഒരു കുറച്ച് സ്ഥലം കൂടെ ഒക്കെ വാങ്ങിക്കണം. ആൻഡ് റിവർ ഫാം ബൈ ദ ബാങ്ക് ഓഫ് ദ റിവർ ഓർ എ ലേക്ക്. ഹിസ് എ ഗുഡ് ഫെലോ ആൻഡ് ഐ ലവ്ഡ് ഹിം. അദ്ദേഹം ഒരു നല്ല ഫെലോയാണ്. ഞാനോട് അദ്ദേഹത്തെ സ്നേഹിച്ചു. ബട്ട് ഐ നെവർ സിമ്പതൈസ്ഡ് വിത്ത് ദ ഡിസയർ ടു ഷട്ട് വൺ സെൽഫ് അപ്പ് ഇൻ വൺസ് ഓൺ ഫാം. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ വൺസ് ഓൺ ഫാമിൽ അടിഞ്ഞുകൂടുന്ന ആ സ്വഭാവം മാത്രം ഇഷ്ടപ്പെട്ടില്ല. ഐ ഡോണ്ട് സിമ്പതൈസ്ഡ് വിത്ത് ദി ഡിസയർ ടു ഷട്ട് വൺ സെൽഫ് അപ്പ് ഇൻ വൺസ് ഓൺ ഫാം. തൻ്റെ തന്നെ ഫാമിൽ ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന കാര്യത്തെപ്പറ്റി അത് എനിക്ക് ആലോചിക്കാൻ പോലും ആവില്ല. ഇറ്റ്സ് എ കോമൺ സെയിങ്. ഇനി ഒരു പൊതുവായിട്ടുള്ള സംസാരമുണ്ട്. ദാറ്റ് എ മാൻ നീഡ്സ് ഓൺലി
6 feet ഓഫ് ലാൻഡ്, ഒരാൾക്ക് 6 അടി മണ്ണ് മതി എന്നൊരു സംസാരമുണ്ട്. ബട്ട് ഷുവർലി എ കോർപ്സ് വോണ്ടഡ് ദാറ്റ്, നോട്ട് എ മാൻ. ഒരു ശവത്തിന് അത് വേണ്ടത്, ഒരു മനുഷ്യനല്ല കേട്ടോ. ടു ലീവ് ദാറ്റ് സ്ട്രഗിൾ ആൻഡ് സ്വിം ഓഫ് ലൈഫ് ആൻഡ് ടു ഗോ ആൻഡ് ഹൈഡ് യുവർ സെൽഫ് ഇൻ ദ ഫാം ഹൗസ് ഈസ് നോട്ട് എ ലൈഫ്. ഇങ്ങനെ ജീവിക്കുക, സ്ട്രഗിൾ ചെയ്യുക, ജീവിതം നീന്തി തുടിച്ച് മുന്നോട്ട് പോവുക. ഗോ ആൻഡ് ഹൈഡ് യുവർ സെൽഫ് ഇൻ ദ ഫാം ഹൗസ്, ഈ ഫാം ഹൗസിൽ ഇങ്ങനെ ഒളിച്ച് താമസിക്കുക, അതൊന്നും ഒരു ജീവിതമല്ല. ഇറ്റ് ഈസ് ഈഗോട്ടിസം. അതൊരു ഈഗോട്ടിസമാണ്, ഒരു മടിയാണ്, അതുപോലെ തന്നെ ഒരു ഈഗോട്ടിസം കൂടിയാണ്, ഒരു താൻപോരിമയൊക്കെയാണ്. മൈ ബ്രദർ നിക്കോളായി സിറ്റിംഗ് ഇൻ ഹിസ് ഓഫീസ്, എൻ്റെ ബ്രദർ നിക്കോളായി അദ്ദേഹം ഓഫീസിലിരുന്നു. വുഡ് ഡ്രീം ഓഫ് ഈറ്റിംഗ് ഔട്ട് ഇൻ ദ ഓപ്പൺ എയർ. ഇവിടെ നിന്ന് സ്വപ്നം കാണുന്ന ഇങ്ങനെ ഓപ്പൺ എയർ ആഹാരമൊക്കെ കഴിച്ചോടെ. ഡ്രീം ഓഫ് ഈറ്റിംഗ് ഔട്ട് ഇൻ ദ ഓപ്പൺ എയർ ആൻഡ് ഓഫ് സ്ലീപ്പിംഗ് ഇൻ ദ സൺ, ഉറക്ക വെയിലത്ത് കിടന്ന് ഉറങ്ങണം. ആൻഡ് ഓഫ് സിറ്റിംഗ് ഫോർ അവേഴ്സ് ടുഗദർ ഇൻ ദ സീറ്റ് ബൈ ദ ഗേറ്റിൻ്റെ അടുക്ക സീറ്റൊക്കെ ഇട്ട് അവിടെ ഇരിക്കണം. ആൻഡ് ഗേസിങ് ഇൻ ദ അറ്റ് ദ ഫീൽഡ്സ് ആൻഡ് ദ ഫോറസ്റ്റ്, അവിടെ ഇരുന്ന് അകലെയോട്ട് നോക്കിയിരിക്കണം, അകലെ വനത്തിലേക്ക് നോക്കിയിരുന്നു. ബുക്സ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് ദ ഹിൻസ് ഇൻ അൽമനാക്സ് വർ ഹിസ് ജോയ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോയ് എന്ന് പറഞ്ഞാൽ ബുക്കുകളൊക്കെയാണ്. ഹിസ് ഫേവററ്റ് സ്പിരിച്വൽ ഫുഡ്, അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ഫുഡ്. ആൻഡ് ഹി ലൈക്ഡ് റീഡിങ് ന്യൂസ് പേപ്പേഴ്സൊക്കെ വായിക്കുന്നത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. ബട്ട് ഓൺലി ദ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ലാൻഡ് ബി സോൾഡ്. അദ്ദേഹം വായിക്കുന്ന പത്രം വായിക്കും, പക്ഷേ വസ്തുക്കൾ വിൽക്കുന്നതിൻ്റെ പരസ്യം മാത്രമേ വായിക്കുള്ളൂ. വിത്ത് എ ഫാം ഹൗസ്, റിവർ, ഗാർഡൻ, മിൽ ആൻഡ് മിൽ പോട്ട്. എന്തൊക്കെ വേണം അവിടെ? ഫാം ഹൗസ് വേണം, റിവർ വേണം, ഗാർഡൻ വേണം, മില്ല് വേണം, മിൽ പോണ്ടൊക്കെ വേണം. ആൻഡ് ഹി വുഡ് ഡ്രീം ഓഫ് ഗാർഡൻ വോൾസ്, ഗാർഡൻ്റെ വോൾസൊക്കെ വേണം കേട്ടോ. ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, നെസ്റ്റ്, കാർപ്പിൻ ദ പോണ്ട്, കുളം വേണം, അതിൽ കാർപ്പ് മത്സ്യങ്ങളും വേണം. ഡോണ്ട് യു നോ ആൻഡ് ഓൾ ദ റെസ്റ്റ് ഓഫ് ഇറ്റ്, ബാക്കിയുള്ള എല്ലാ കാര്യവും വേണം. ദിസ് ഫാൻറ്റസീസ് ഓഫ് ഹിസ് യൂസ് ടു വേരി അക്കോർഡിംഗ് ടു ദ അഡ്വർടൈസ്മെൻറ്റ് ഹി ഫൗണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഭാവനകളൊക്കെ, ഈ ഫാൻറ്റസിയൊക്കെ ഉണ്ടോ, ദിസ് യൂസ് ടു വേരി, മിക്കവാറും വേരി ചെയ്യും, അക്കോർഡിംഗ് ടു അഡ്വർടൈസ്മെൻറ്റ് ഹി ഫൗണ്ട്. അദ്ദേഹം അഡ്വർടൈസ്മെൻറ്റ് വായിക്കുമല്ലോ പത്രങ്ങളിലെ, അപ്പോൾ ഈ വിവരണമൊക്കെ വായിക്കുമ്പം അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാവനയൊക്കെ വിടർന്ന് വിലസും. ബട്ട് സംഹൗ ദർ വാസ് ഓൾവേസ് എ ഗൂസ്ബെറി ബുഷ് ഇൻ എവരി വൺ. എങ്ങനെയൊക്കെ ഭാവന ചെയ്താലും അവിടെയൊക്കെ ഒരു ഗൂസ്ബെറി ബുഷ് കാണും, ഒരു നെല്ലിമരവും കാണും, അതിൻ്റെ ബുഷ്, അതിൻ്റെ കുറ്റിച്ചെടികളൊക്കെ കാണും. നോട്ട് എ ഹൗസ്, നോട്ട് എ റൊമാൻറ്റിക് സ്പോട്ട്, ഒരു വീടല്ല, ഒരു റൊമാൻറ്റിക് സ്പോട്ടും അല്ല. കുഡ് ബി ഹി ഇമാജിൻ without his gooseberry bush. Not a house, not a romantic spot could be he imagine without a gooseberry bush. ഈ നെല്ലിമരങ്ങളില്ലാത്തൊരു വീടോ റൊമാൻറ്റിക് സ്പോട്ടോ അങ്ങനെ ചിന്തിക്കാൻ പോലും ആവുന്നതല്ല. കൺട്രി ലൈഫ് ഹാസ് ഇറ്റ്സ് അഡ്വാൻറ്റേജ് ഹി യൂസ് ടു സേ. അദ്ദേഹം പറയും ഈ കൺട്രി ലൈഫിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ്, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളൊക്കെ ഉണ്ട്. യു സിറ്റ് ഇൻ ദ വരാൻഡ ഡ്രിങ്കിങ് ടീ, നിങ്ങൾക്ക് വരാന്തയിലിരുന്ന് ചായ കുടിക്കാം. ആൻഡ് യുവർ ഡക്ലിങ്സ് സ്വിം ഇൻ ദ പോണ്ട്, നോക്കുമ്പോൾ കാണാം നമ്മുടെ കുളത്തിലൊക്കെ താറാങ്കുഞ്ഞുങ്ങൾ ഇങ്ങനെ നീന്തി നടക്കുന്നു. ആൻഡ് എവറിത്തിങ് സ്മെൽസ് ഗുഡ്സ്, നോക്കിയാൽ എല്ലാം നല്ലതാണ്. ആൻഡ് ദർ ആർ ഗൂസ്ബെറീസ്, അതാണ് നെല്ലിമരങ്ങളൊക്കെ ഉണ്ട്, ഗൂസ്ബെറീസും ഉണ്ട്. ഇയാളൊരു നെല്ലിക്കയുടെ ആരാധന. അതുകൊണ്ടാണ് he used to live meagerly and never had enough to eat and drink. അങ്ങനെ ജീവിക്കുന്നതൊക്കെ വളരെ മീഗറിലായിട്ടാണ്. നെവർ ഹാഡ് ഇനഫ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, കാര്യമായിട്ട് കുടിക്കുകയില്ല, കഴിക്കുകയില്ല, എല്ലാം സമ്പാദിക്കുകയാണ്. ഡ്രസ്ഡ് ഗോഡ് നോസ് ഹൗ, തമ്പുരാനെ എങ്ങനെയാണ്, ദൈവത്തിനറിയാം എങ്ങനെയാണ് ഡ്രസ്സ് ഇടുന്നതെന്ന്. എക്സാക്ട്ലി ലൈക്ക് എ ബെഗർ, ഒരു ഭിക്ഷക്കാരനെ പോലെയാണ് ഡ്രസ്സ്. ഇത്രയും വസ്തുക്കളെല്ലാം ഉണ്ട്, പക്ഷേ ഉടുക്കുന്നതോ ഒരു ഭിക്ഷക്കാരനെ പോലെയാണ്. ആൻഡ് ഓൾവേസ് സേവ്ഡ് ആൻഡ് പുട്ട് ഹിസ് മണി ഇൻ ടു ബാങ്ക്, അദ്ദേഹം ബാങ്കിലേക്ക് പൈസയൊക്കെ നിക്ഷേപിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഹി വാസ് ടെറിബിളി സ്റ്റിഞ്ചി, ഭയങ്കര ലുബ്ധനാണ്, ആർക്കും 5 പൈസ കൊടുക്കുകയില്ല. സ്റ്റിഞ്ചിയാണ്, സ്റ്റിഞ്ചി മീൻസ് ആർക്കും ഒന്നും കൊടുക്കാത്തവനാണ്, ലുബ്ധനാണ്. ഹി യൂസ് ടു ഹർട്ട് മീ ടു സീ ഹിം, ഐറ്റ് യൂസ് ടു ഹർട്ട് മീ ടു സീ ഹിം, അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് നൊമ്പരം വരും കേട്ടോ. ആൻഡ് ഐ യൂസ് ടു ഗീവ് ഹിം മണി ടു ഗോ എവേ ഫോർ എ ഹോളിഡേ, ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പൈസ കൊടുത്ത് ഹോളിഡേ അല്ലേ, നീ താൻ എവിടെയെങ്കിലും പോയൊക്കെ ഇത് കണ്ട് കറങ്ങിച്ചോ. ബട്ട് ഹീ വുഡ് പുട്ട് ദിസ് എവേ, ഇതൊക്കെ മാറ്റി വെക്കും. വൺസ് എ മാൻ ഗെറ്റ്സ് എ ഫിക്സഡ് ഐഡിയ ദർ ഇസ് നത്തിങ് ടു ബി ഡൺ. ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു ഫിക്സഡ് ഐഡിയയെ പെറ്റുപോയെങ്കിലുണ്ട്, പിന്നെ അയാൾ രക്ഷിക്കാൻ വലിയ മാർഗ്ഗമൊന്നുമില്ല. ദർ ഇസ് നത്തിങ് ടു ബി ഡൺ, ഇനി ചെയ്യാനൊന്നുമില്ല. ഇയേഴ്സ് പാസ്, വർഷങ്ങൾ കഴിഞ്ഞു. ഹി കംപ്ലീറ്റഡ് ദിസ് 14th ഇയർ, ഇപ്പോൾ 40 വയസ്സായേ, 40ാമത്തെ വർഷം തീർന്നു. ആൻഡ് വാസ് സ്റ്റിൽ റീഡിങ് അഡ്വർടൈസ്മെൻറ്റ്സ് ഇൻ ദ പേപ്പേഴ്സ്, ഇപ്പോഴും നോക്കിക്ക് പത്രങ്ങളിലെ പരസ്യം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് സേവിങ് അപ്പ് ഹിസ് മണി, പൈസയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുകയാണ്. ആൻഡ് ഹി ഫിയർഡ് ഐ ഹേർഡ് ഹി വാസ് മാരിഡ്, ഞാൻ കേട്ടു അയാൾ കല്യാണം കഴിച്ചു കേട്ടോ.
സ്റ്റിൽ വിത്ത് ദ സെയിം ഐഡിയ ഓഫ് ബൈയിങ് ഫാം ഹൗസ്. ഇപ്പോഴും ഇയാൾക്ക് ഈ ഫാം ഹൗസ് മേടിക്കാനുള്ള ഐഡിയ വെച്ചുകൊണ്ടാണ് വിവാഹം കഴിച്ചത്. വിത്ത് ഗൂസ്ബെറി ബുഷ്, എവിടെയും ഈ പറയുന്ന നെല്ലി മരങ്ങൾ വേണം. ഹി മാരീഡ് ആൻഡ് എൽഡർലി അഗ്ലി വിഡോ. അദ്ദേഹം വിവാഹം കഴിച്ചതോ പ്രായം ചെന്ന് വിരൂപയായ ഒരു വിഡോയാണ്, ഒരു വിധവയാണ് വിവാഹം കഴിച്ചത്. നോട്ട് ഔട്ട് ഓഫ് എനി ഫീലിംഗ്, എന്തെങ്കിലും പ്രത്യേകിച്ചൊരു ഫീലിംഗ് തോന്നിയിട്ടൊന്നുമല്ല, വിധവയോട് എന്തെങ്കിലും പ്രത്യേക ഫീലിംഗ് ഒന്നും തോന്നിയിട്ടല്ല. പിന്നെയോ ബട്ട് ബിക്കോസ് ഷീ ഹാഡ് മണി, കാരണം അവളുടെ കാശുണ്ട്. വിത്ത് ഹർ ഹീ സ്റ്റിൽ ലീവ്ഡ് സ്റ്റിഞ്ചിലി, അവരോട് കൂടി അയാൾ വീണ്ടും ലുബ്ധനായിട്ട് തന്നെ ജീവിച്ചു. കെപ്റ്റ് ഹെയർ ഹാഫ് സ്റ്റാർഡ്, പകുതി പട്ടിണിയാണ്, കാര്യമായിട്ടൊന്നും വെച്ച് കഴിക്കുകയില്ല, അവരും പട്ടിണി കിടക്കുകയാണ്. ആൻഡ് പുട്ട് ദ മണി ഇൻ ടു ദ ബാങ്ക് ഇൻ ഹിസ് ഓൺ നെയിം, പൈസ സ്വന്തം പേരിൽ തന്നെ ആൾ ഈ കാശ് അവരുടെ പൈസയൊക്കെ മേടിച്ച് സ്വന്തം പേരിലങ്ങ് നിക്ഷേപിക്കും. മണി ലൈക്ക് വോഡ്ക, മണി എന്ന് പറയുന്നത് വോഡ്ക പോലെയാണ്. ലൈക്ക് വോഡ്ക റഷ്യൻ ഡ്രിങ്കാണ്. അത് വോഡ്ക കുടിക്കുന്ന പോലെയാണ്. ക്യാൻ പ്ലേ ക്യൂർ ട്രിക്സ് വിത്ത് എ ബാൻ, അതിൽ സ്ട്രെയിഞ്ച് ആയിരിക്കുന്ന ട്രിക്സൊക്കെ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും വോഡ്ക കഴിച്ചാൽ, ലഹരി മൂക്കുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇയാൾ പണത്തിൽ ലഹരി കണ്ടെത്തിയിരിക്കുകയാണ്. ആഫ്റ്റർ ഡെത്ത് ഓഫ് ഹിസ് വൈഫ് മരിച്ചു കഴിഞ്ഞപ്പം ഇവാനിച്ച് കണ്ടിന്യൂഡ് ആഫ്റ്റർ എ ലോങ് പോസ്, അത് പറഞ്ഞിട്ട് ഇച്ചിരി നേരം ഒന്ന് നിന്നു. കണ്ടിന്യൂ ആഫ്റ്റർ എ ലോങ് പോസ്, നിർത്തിച്ച് വീണ്ടും പറഞ്ഞു, മൈ ബ്രദർ ബിഗാൻ ടു ലുക്ക് ഔട്ട് ഫോർ ആൻ എസ്റ്റേറ്റ്, ഇപ്പോൾ ഇനി വേറെ എസ്റ്റേറ്റ് നോക്കണം, അത് നോക്കുകയാണ്. ത്രൂ ആൻ ഏജൻറ്റിൽ കൂടെ. മൈ ബ്രദർ നിക്കോളായി റേസ്ഡ് എ മോർട്ടഗേജ് ആൻഡ് ബ്രോഡ് 300 acres വിത്ത് എ ഫാം ഹൗസ്, ഒരു കടപ്പെടുത്തിക്കൊണ്ട് അത് മോർഗേജ് ചെയ്തു. എന്നിട്ടൊരു 300 ഏക്കർ 300 acres വിത്ത് എ ഫാം ഹൗസ് മേടിച്ചു, ഒരു കോട്ടേജും ആൻഡ് എ പാർക്ക്. ബട്ട് ദർ വാസ് നോ ഓർച്ചാർഡ്, അവിടെ ഈ ഓർച്ചാർഡൊന്നുമില്ല, കായ്കളൊക്കെ ഉണ്ടാകുന്ന തോട്ടമൊന്നുമില്ല. നോ ഗൂസ്ബെറി ബുഷ്, അവിടെ ഇല്ല നെല്ലിമരം. നോ ഡക്ക് പോണ്ട്, അവിടെ ഈ ഡക്ക് പോണ്ട് ഉണ്ടോയെന്നൊക്കെ ആഗ്രഹമൊക്കെയാണ്, പക്ഷേ അവിടെ ഡക്ക് പോണ്ടൊന്നുമില്ല. ദർ വാസ് എ റിവർ ബട്ട് ദ വാട്ടർ ഇറ്റ് വാസ് കോഫി കളേർഡ്, നദിയുണ്ട് അവിടെ കേട്ടോ, ഒരു പുഴ ഒഴുകുന്നുണ്ട്, അതങ്ങനെ കോഫി കളേർഡാണ്, ഒരു പുഴ ഒഴുകുന്നുണ്ട്, അതിൻ്റെ അകത്ത് വെള്ളം കറുത്തായിരിക്കുന്നത്. ബിക്കോസ് ദ എസ്റ്റേറ്റ് ലേ ബിറ്റ്വീൻ ബ്രിക്ക് യാർഡ് ആൻഡ് ദ ജലാറ്റിൻ ഫാക്ടറി, അവിടെ ജലാറ്റിൻ ഫാക്ടറിയുടെ അടുക്കൽ ഇഷ്ടിക ഉണ്ടാക്കുന്ന ചൂടയുടെ ഒക്കെ ഇടയ്ക്കൂടെ ഒഴുകുന്നതിലാണെങ്കിൽ മാലിന്യങ്ങളൊക്കെ വീണിട്ട് കറുത്ത കാപ്പിയുടെ നിറമുള്ള വെള്ളമാണ്. ബട്ട് മൈ ബ്രദർ നിക്കോളായി വാസ് നോട്ട് വറീഡ് അബൌട്ട് ദാറ്റ്. നിക്കോളായിക്ക് എൻ്റെ അനുജന് ഇതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഹി ഓർഡേഡ് 20 ഗൂസ്ബെറി ബുഷസ്, 20 ഗൂസ്ബെറി ബുഷസ് ഓർഡർ ചെയ്തു. ആൻഡ് സെറ്റിൽ ഡൗൺ ടു എ കൺട്രി ലൈഫ്, അവിടെ തൻ്റെ ഒരു കൺട്രി ലൈഫ് തുടങ്ങി. ലാസ്റ്റ് ഇയർ ഐ പെയ്ഡ് ഹിം എ വിസിറ്റ്, കഴിഞ്ഞ വർഷം ഞാൻ അയാളെ ഒന്ന് പോയി കണ്ടു. ഐ തോട്ട് ഐ വുഡ് ഗോ ആൻഡ് സീ ഹൗ തിങ്സ് യുവർ വിത്ത് ഹിം, എനിക്കൊന്ന് പോകണം, അയാളെ കാണണം, എങ്ങനെയൊക്കെ ഉണ്ട്. ഇൻ ഹിസ് ലെറ്റേഴ്സ് മൈ ബ്രദർ കോൾഡ് ഹിസ് എസ്റ്റേറ്റ് ഷിംബാഷ് കോർണർ, അങ്ങനെ ഒരു പേരാണ് വിളിച്ചത്. ആൻഡ് ഹിമാലയാസ്കോ, അങ്ങനെ രണ്ട് പേരുണ്ട്, അതിലേതെങ്കിലും നമുക്ക് വിളിക്കാം, പറയാനത്തെ ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ. ഹിമാലയാസ്കോ എന്നോ ഷിംബാർസ്കോ എന്നോ ഇല്ല. അറൈവ്ഡ് അറ്റ് ഹിമാലയസ്കോ ഇൻ ദ ആഫ്റ്റർനൂൺ, ഞാൻ അവിടെ വന്നു, ഹിമാലയസ്കോ വന്നു ആഫ്റ്റർനൂൺ. ഇറ്റ് വാസ് എ ഹോട്ട്, ഭയങ്കര ചൂടാണ്. ദർ വർ ഡിച്ചസ്, ഫെൻസസ്, ഹെഡ്ജസ്, എന്തൊക്കെയുണ്ട്, ഡിച്ചസ് ഉണ്ട്, ചെറിയ ചെറിയ കുഴികൾ, വേലിക്കെട്ടുകളുണ്ട്, ഹെഡ്ജസ് ഉണ്ട്. ഹെഡ്ജസ് എന്ന് പറഞ്ഞാൽ ചെടികളൊക്കെ ഇങ്ങനെ വെട്ടി നിർത്തിയിട്ട് നല്ല വേലി പോലെ ആക്കിയിരിക്കുന്നതാണ്, വേലി പോലെ വളർന്ന ചെടികൾ. റോസ് ഓഫ് യങ് ഫർ ട്രീസ്, ഫർമരങ്ങളുടെ വരിവരിയായിട്ടുണ്ട്. ട്രീസ് എവരിവർ, എല്ലായിടത്തും മരങ്ങളുണ്ട്. There was no telling how to cross the yard, where to put your horse, എങ്ങനെ ഈ യാർഡൊന്ന് കിടക്കണം, എവിടെ കണ്ട കുതിരയെ കൊണ്ട് കെട്ടണം, അത് മാത്രമൊന്നും പറഞ്ഞു തന്നില്ല. I went to the house and was met by the red-haired dog. ഞാനങ്ങനെ അകത്തേക്ക് കയറിച്ചു. അവിടെ ചെന്നപ്പോൾ റെഡ് ഹെയർഡ് ഡോഗ് നിൽക്കുന്നു, ചുവന്ന മുടിയൊക്കെ രോമ ആവൃതമായൊരു പട്ടി. As fat as a pig, ഒരു പന്നിയുടെ വലിപ്പമുണ്ട്. He tried to bark but felt too lazy. കുറയ്ക്കാൻ നോക്കി, പക്ഷേ മടി കാരണം കുറച്ചില്ല. ഔട്ട് ഓഫ് ദ കിച്ചൺ കെയിം ദ കുക്ക്, അടുക്കളയിൽ നിന്നൊരു കുക്ക് ഇറക്കി വന്നു. ബെയർഫുട്ടഡ്, കാര്യം ചെരുപ്പൊന്നുമില്ല, ഇയാൾ മേടിച്ചു കൊടുക്കാഞ്ഞിട്ടായിരിക്കും. ഓൾസോ ആസ് ഫാറ്റ് ആസ് എ പിഗ്, അയാൾ ഒരു പന്നിയെപ്പോലെ വലിയ തടിയാണ്. ആൻഡ് സെഡ് ദാറ്റ് ദ മാസ്റ്റർ വാസ് ഹാവിങ് ഹിസ് ആഫ്റ്റർനൂൺ റെസ്റ്റ്. ഞങ്ങളുടെ മാസ്റ്റർ ഇപ്പോഴത്തെ ആഫ്റ്റർനൂൺ റെസ്റ്റാണ് എന്ന് പറഞ്ഞു. ഐ വെൻ ടു മൈ ബ്രദർ ആൻഡ് ഫൗണ്ട് ഹിം സിറ്റിംഗ് ഓൺ ഹിസ് ബെഡ്. അദ്ദേഹം തൻ്റെ ബ്രദറ് ബെഡിൽ ഇരിക്കുകയാണ്. വിത്ത് ഹിസ് നീസ് കവേർഡ് വിത്ത് ബ്ലാങ്കറ്റ്, പുതപ്പത് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ മുട്ടേക്കൂടെ ഇട്ടിട്ടുണ്ട്, മൂടിയിട്ടുണ്ട്. ഹി ലുക്ക്ഡ് ഓൾഡ്, സ്റ്റൗട്ട്, ഫ്ലാബി. അദ്ദേഹം തടിയനാണ്, ഓൾഡാണ്, പ്രായം ചെന്ന തടിയുണ്ട്, ഫ്ലാബിയാണ്. അത് എന്താ ശരീരത്തിലെ ബലമൊക്കെ നഷ്ടപ്പെട്ട്. ഹിസ് ചിക്സ്, നോസ് ആൻഡ് ലിപ്സ് വർ പെൻഡുലസ്. അദ്ദേഹത്തിൻ്റെ കവിളും മൂക്കും ഒക്കെ ഒന്ന് അല്പം നീളം വെച്ചിട്ടുണ്ട്, പെൻഡുലസ് ആണ്. പ്രായാധിക്യം കൊണ്ട്
ആണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഐ ഹാവ് എക്സ്പെക്റ്റഡ് ഹിം ടു ഗ്രൺ ലൈക്ക് എ പിഗ്. അത് ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ പന്നിയെപ്പോലെ നമറുമായിരിക്കും. ഹാവ് എക്സ്പെക്റ്റഡ് ഹെം ടു ഗ്രൺ ലൈക്ക് എ പിഗ്. അങ്ങേരത്തിന് സംസാരം പന്നിയുടെ വെച്ചായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. വി എംബ്രേസ്ഡ് ആൻഡ് ഷെഡ് എ ടിയർ ഓഫ് ജോയ്. ഞങ്ങളുടെ കൈ അന്യോന്യം വന്ന് അലിംഗനം ചെയ്തു. ടിയർ ഓഫ് ജോയ് കണ്ണിൽ നിന്ന് വന്നു. സന്തോഷം കൊണ്ട് സന്തോഷാശ്രുക്കൾ വന്നു. ആൻഡ് ഓൾസോ ആ സാഡ്നെസ് ടു തിങ്ക് ദാറ്റ് വി ഹാഡ് ബീൻ യങ്, ദാറ്റ് വൺസ് വി ഹാഡ് ബീൻ വൺസ് ബീൻ യങ്. ഞങ്ങൾ ഒരു സമയത്ത് പ്രായം കുറഞ്ഞവരായിരുന്നു. ബട്ട് വർ നൗ ബോത്ത് ഗോയിങ് ഗ്രേ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഗ്രേ ആയി, മുടി നരച്ചു. ആൻഡ് നിയറിങ് ദ മരണത്തോടടുക്കാണ്. എ ഡ്രസ്ഡ് ആൻഡ് ടുക്ക് മീ ടു സീ ഹിസ് എസ്റ്റേറ്റ്. വെൽ, ഹൗ ആർ യു ഗെറ്റിംഗ് ഓൺ? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ, എങ്ങനെ നടക്കുന്നു? അയാസ്, ഞാൻ ചോദിച്ചു. ഓൾ റൈറ്റ്, താങ്ക് ഗോഡ്, ഐ ആം ഡൂയിങ് വെരി വെൽ. വളരെ നന്നായിട്ട് പോകുന്നു, താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി. ഐ ആം ഡൂയിങ് വെരി വെൽ. ഞാൻ വളരെ നന്നായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഹി വാസ് നോ ലോങ്ങർ ദ പുവർ. ഇപ്പോൾ അദ്ദേഹം വലിയ പുവറൊന്നുമല്ല, ടയേർഡ് ഓഫീഷ്യലൊന്നുമല്ല. ബട്ട് എ റിയൽ ലാൻഡ് ഓണർ. ഇപ്പോൾ അദ്ദേഹം ഒരു ജന്മിയല്ലേ. ആൻഡ് പേഴ്സൺ ഓഫ് കോൺസിക്വൻസ്. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. വരുമ്പരാജികൾക്ക് അറിയാവുന്ന നല്ലൊരു മനുഷ്യനാണ്. ആൻഡ് ലൈക്ക് എ ഗുഡ് ലാൻഡ് ഓണർ, നല്ലൊരു ലാൻഡ് ഓണറെ പോലെ, നല്ലൊരു ജന്മിയെ പോലെ. ഹീ ലുക്ക്ഡ് ആഫ്റ്റർ ഹിസ് സോൾ. അദ്ദേഹം തൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചു. അൺഡിഡ് ഗുഡ് വർക്കേഴ്സ് പോംപസ്ലി, നെവർ സിംപ്ലി വാട്ട് ഗുഡ് വർക്ക്സ്. അൺഡിഡ് ഗുഡ് വർക്ക്സ് പോംപസ്ലി, വളരെ പോംപസായിട്ട് നല്ല കാര്യങ്ങളും ചെയ്തു. നെവർ സിംപ്ലി വാട്ട് ഗുഡ് വർക്ക്സ്. ഏതാ നല്ല, നെവർ സിംപ്ലി, വെറും സിമ്പിളായിട്ടല്ല. വാട്ട് ഗുഡ് വർക്ക്സ്, എന്തൊക്കെയാണ് ഗുഡ് വർക്ക്സ്? ഹി ക്യൂർഡ് ദ പെസൻസ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഡിസീസ്. അവിടുത്തെ പാവപ്പെട്ട കർഷകരുടെ അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുത്തു. വിത്ത് സോഡ ആൻഡ് കാസ്റ്റർ ഓയിൽ. ഈ അപ്പക്കാരവും അതുപോലെ തന്നെ ആവണക്കണ്ണിയൊക്കെ കൊടുത്ത് ആൾക്കാരുടെ അസുഖങ്ങളൊക്കെ മാറ്റി. ആൻഡ് ഓൺ ഹിസ് ബർത്ത്ഡേ ഹി വുഡ് ഹാവ് താങ്ക്സ് ഗിവിങ് സർവീസ്. ബർത്ത്ഡേക്ക് സമയത്ത് ഒരു താങ്ക്സ് ഗിവിങ് സർവീസ് ഉണ്ട്. ഹെൽഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ വില്ലേജ്. വില്ലേജിന് നടുക്ക് ഉള്ള സ്ഥലത്ത് ആൾക്കാർക്ക് താങ്ക്സ് ഗിവിങ് സർവീസ് കൊടുക്കും. ആൻഡ് വുഡ് ട്രീറ്റ് ദ പെസൻസ് ടു ഹാഫ് എ ബക്കറ്റ് ഓഫ് വോഡ്ക. അപ്പോൾ ഹാഫ് എ ബക്കറ്റ് ഓഫ് വോഡ്ക എല്ലാവർക്കും കൊടുക്കും. വിത്ത് ഹീ തോട്ട് ദ റൈറ്റ് തിങ് ടു ഡു. അതാ ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം. അന്നങ്ങനെ വിചാരിച്ചത്, ദീസ് ഹൊറിബിൾ ബക്കറ്റ്സ് ഓഫ് വോഡ്ക, ഹൊറിബിൾ ബക്കറ്റ്സ് ഓഫ് വോഡ്ക ആണ്, എല്ലാവർക്കും കൊടുക്കും ഇഷ്ടം പോലെ. ബട്ട് മൈ പോയിൻ്റ് ഡസ് നോട്ട് കൺസേൺ ഹിം സോ മച്ച് ആസ് മൈസെൽഫ്. പക്ഷേ മൈ പോയിൻ്റ് ഡസ് നോട്ട് കൺസേൺ ഹിം സോ മച്ച് ആസ് മൈസെൽഫ്. എൻ്റെ ഈ പോയിൻ്റ് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഐ വോണ്ട് ടു ടെൽ യു വാട്ട് എ ചേഞ്ച് ടു പ്ലേസ് ഇൻ മീ ഇൻ ദോസ് ഫ്യൂ അവേഴ്സ്. ഐ വോണ്ട് ടു ടെൽ യു, എനിക്ക് പറയണം, വാട്ട് എ ചേഞ്ച്, എന്തെല്ലാം മാറ്റങ്ങളാണ് ടു പ്ലേസ് ഇൻ മീ, എന്നിൽ ഉണ്ടായത്. ഇൻ ദോസ് ഫ്യൂ അവേഴ്സ് വൈൽ ഐ വാസ് ഇൻ ദിസ് ഹൗസ്. ഞാൻ ആ വീട്ടിലായിരിക്കുമ്പോൾ എനിക്ക് വന്ന മാറ്റങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് പറയണം. ഇൻ ദി ഈവനിങ് വൈൽ ഐ വാർ ഹാവിങ് ടീ. വൈകുന്നേരം ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ കുക്ക് ലെയ്ഡ് എ പ്ലേറ്റ് ഫുൾ ഓഫ് ഗൂസ്ബെറീസ് ഓൺ ദ ടേബിൾ. ഒരു പ്ലേറ്റ് ഗൂസ്ബെറീസ് കൊണ്ടുപോയി, ഒരു പ്ലേറ്റ് നെല്ലിക്ക കൊണ്ടുവച്ചു. ആൻഡ് ദേ ഹാഡ് നോട്ട് ബീൻ ബ്രോട്ട്. അവയൊന്നും വാങ്ങിച്ചതല്ല. ബട്ട് വേർ ഹീസ് ഓൺ ഗൂസ്ബെറീസ്. അതല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ ഗൂസ്ബെറീസാണ്, നെല്ലിക്ക. ആൻഡ് പ്ലക്ക് ഫ്രം ദ ഫസ്റ്റ് ടൈം സിൻസ് ദ ബുഷസ് വർ പ്ലാന്റഡ്. ബുഷസൊക്കെ പ്ലാൻ ചെയ്ത ശേഷം ആദ്യ ഫലമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ആൻഡ് ദേ വർ പ്ലാന്റഡ്. നിക്കോള ഇവാനിച്ച് ലാഫ്ഡ് വിത്ത് ജോയ്. അദ്ദേഹം ചിരിച്ചു, സന്തോഷം കൊണ്ട് ചിരിച്ചു. ഫോർ എ മിനിറ്റ് ഓർ ടു, ഒരു മിനിറ്റ്, 1-2 മിനിറ്റ് അദ്ദേഹം വളരെ സന്തോഷത്തോടെ ചിരിച്ചു. കാര്യം അതെന്താ, ഇത് പുള്ളിക്ക് ഇത് കിട്ടിയിരിക്കുന്നത്, ഇത് ആദ്യ ഫലമാണ്. കൊണ്ട് കുഴിച്ചു വെച്ചു, അതിനുശേഷം വളർന്നു, ആദ്യമായിട്ട് പറിച്ചെടുക്കുക. ആൻഡ് അപ്പം 1 minute or 2 ഹീ ലുക്ഡ് ഇൻ സൈലൻസ്. കുറച്ച് 1-2 മിനിറ്റത്തേക്ക് അദ്ദേഹം വളരെ സൈലൻ്റ് ആയിരുന്നു. അറ്റ് ദ ഗൂസ്ബെറീസ് വിത്ത് ടീയേഴ്സ് ഇൻ ഹിസ് ഐസ്. അദ്ദേഹം നോക്കി, കണ്ണിൽ കണ്ണീരുണ്ട്, സന്തോഷ അശ്രുക്കൾ പൊഴിച്ചു അദ്ദേഹം ഈ ഗൂസ്ബെറിയെ നോക്കി. ഹീ കുഡ് നോട്ട് സ്പീക്ക് ഫോർ എക്സൈറ്റ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം വികാരവിവേശനായ അദ്ദേഹത്തിൻ്റെ സന്തോഷാധീനത്തെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. ദെൻ പുട്ട് വൺ ഇൻ ടു ഹിസ് മൗത്ത്. ഒരെണ്ണെടുത്ത് വായി വെച്ചു. ഗ്ലാൻസ് അറ്റ് മീ ഇൻ ട്രയംഫ്. വളരെ വിജയിയെപ്പോലെ എൻ്റെ മുഖത്തേക്ക് നോക്കി. ലൈക്ക് എ ചൈൽഡ്, അറ്റ് ലീസ്റ്റ് ബീയിങ് ഗിവൺ മൈ ഫേവററ്റ് ടോയ്. ലൈക്ക് എ ചൈൽഡ്, ഒരു കുട്ടിക്ക് അറ്റ് ലാസ്റ്റ് ബീയിങ് ഗിവൺ ഹിസ് ഫേവററ്റ് ജോയ്. ഒരു കുട്ടിക്ക് തൻ്റെ കളിപ്പാട്ടം അവസാനം വഴക്കൊക്കെ അടിച്ച് കിട്ടിയ ശേഷമുള്ള സന്തോഷം പോലെ. ആൻസർ ഹൗ ഗുഡ് ദേ ആർ. അയാൾ പറഞ്ഞു, എത്ര നന്നായിരിക്കുന്നു. ഹി വെൻ്റ് ഓൺ ഈറ്റിംഗ് ഗ്രീഡ്ലി. ആർത്തിയോടെ വീണ്ടും വീണ്ടും നെല്ലിക്ക തിന്നു. ആൻഡ് സെയിങ് ഓൾ വായിൽ, പറഞ്ഞുകൊണ്ട് ഹൗ ഗുഡ് ദേ ആർ, എത്ര നല്ലതാണ്. ഡു ട്രൈ വൺസ്. നീ ഒന്നും കടിച്ചാൽ എടുത്ത് ട്രൈ ചെയ്ത് നോക്കേ. ഇറ്റ് വാസ് ഹാർഡ് ആൻഡ് സവർ. കട്ടിയാണ്, പുളിയാണ്. ബട്ട് ഐ സോ ഹാപ്പി മാൻ. പക്ഷേ ഞാൻ കണ്ടു ഹാപ്പി മാൻ. വൺ ഹൂസ് ഡിയറസ്റ്റ് ഡ്രീം ഹാഡ് കം ട്രൂ. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ നെല്ലിക്കയുള്ള പറമ്പുണ്ടാണെന്നുള്ള സ്വപ്നങ്ങളൊക്കെ ഇപ്പം
അപ്പോൾ സ്വപ്നങ്ങളെല്ലാം ഫലിച്ചു. അതുകൊണ്ട് ഹൂ ഹാഡ് അറ്റൈൻഡ് ഹിസ് ഗോൾ ഇൻ ലൈഫ്, തൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമൊക്കെ പൂർത്തിയായി. ഹു ഹാഡ് ഗോട്ട് വാട്ട് ഹി വോണ്ടഡ്, തനിക്ക് വേണ്ടപ്പെട്ടതൊക്കെ കിട്ടി. ആൻഡ് വാസ് പ്ലീസ്ഡ് വിത്ത് ഡെസ്റ്റിനി, തൻ്റെ ഡെസ്റ്റിനിയോട് അദ്ദേഹത്തിന് പ്ലീസായി, തൻ്റെ വിധി അദ്ദേഹത്തിന് നല്ല വിധിയാണ് കിട്ടിയത്. ഈ പ്ലീസ്ഡ് വിത്ത് ഹിസ് ഡെസ്റ്റിനി, അദ്ദേഹത്തിന് സന്തോഷം തോന്നി. വിത്ത് ഹിംസെൽഫ്, തന്നോട് തന്നെ ഒരു അഭിമാനവും സ്നേഹമൊക്കെ തോന്നി. ഇൻ മൈ ഐഡിയ ഓഫ് ഹ്യൂമൻ ലൈഫ് ദർ ഈസ് ഓൾവേസ് സം ലോയ് ഓഫ് സാഡ്നെസ്, എൻ്റെ ഐഡിയയിൽ മനുഷ്യജീവിതത്തിൽ അലോലിയോ സാഡ്നെസ്, അല്പം സാഡ്നെസ് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുക. എത്രയൊക്കെ സന്തോഷം ഉണ്ടായാലും ഒരു ശകലം സങ്കടവും കാണും. ബട്ട് നൗ അറ്റ് ദ സൈറ്റ് ഓഫ് എ ഹാപ്പി മാൻ ഐ വാസ് ഫിൽഡ് സംതിങ് ലൈക്ക് എ ഡെസ്പെയർ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ബട്ട് നൗ അറ്റ് ദ സൈറ്റ് ഓഫ് എ ഹാപ്പി മാൻ, ഞാൻ നോക്കി ഈ ഹാപ്പി മാനെ നോക്കി, ഐ വാസ് ഫിൽഡ് വിത്ത് സംതിങ് ലൈക്ക് എ ഡെസ്പെയർ. എനിക്ക് എന്തോ ഒരു ചെറിയ നൈരാശ്യം തോന്നി. ഒരുപക്ഷെ അത്രയും എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചായിരിക്കാം. ആൻഡ് നൈറ്റ് ഇറ്റ് ഗ്രൂ ഓൺ മീ, സന്ധ്യയായപ്പോൾ എനിക്കതങ്ങോട്ട് കൂടിക്കൂടി വന്നു ആ ഒരു അൺഹാപ്പിനെസ്, ആ ഡെസ്പെയർ, നൈരാശ്യം. എ ബെഡ് വാസ് മെയ്ഡ് അപ്പ് ഫോർ മീ ഇൻ ദ റൂം നിയർ മൈ ബ്രദേഴ്സ്, എൻ്റെ സഹോദരൻ്റെ അടുക്കൽ എനിക്ക് ബെഡ് ഒരുക്കിയിരുന്നു. ആൻഡ് ഐ കുഡ് ഹിയർ ഹിം, അയാൾ പറയുന്നത് എനിക്ക് കേൾക്കാം. അൺഏബിൾ ടു സ്ലീപ്പ്, ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഗോയിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ഇൻ ദ പ്ലേറ്റ് ഓഫ് ഗൂസ്ബെറീസ്, വീണ്ടും വീണ്ടും ഞാൻ ഓർത്തു ഗൂസ്ബെറീസിൻ്റെ പ്ലേറ്റിനെ പറ്റി. ഐ തോട്ട് ആഫ്റ്റർ ഓൾ വാട്ട് എ ലോട്ട് ഓഫ് കണ്ടൻറ്റഡ് ഹാപ്പി പീപ്പിൾ ദർ മസ്റ്റ് ബി, ഇത്ര ഹാപ്പി ആയിരിക്കുന്ന എത്ര ആൾക്കാർ കാണും. വാട്ട് ആൻ ഓവർവെമിങ് പവർ ദാറ്റ് മീൻസ്, എന്തൊരു ഓവർവെമിങ് ആയിരിക്കുന്ന പവർ ആയിരിക്കും അതിന്, എന്തോ ഒരു സന്തോഷമായിരിക്കും. ആൻഡ് സച്ച് എ സ്റ്റേറ്റ് ഓഫ് തിങ് ഈസ് ഒബ്വിയസ്ലി വാട്ട് വി വോണ്ട്, അങ്ങനെ സ്റ്റേറ്റ് ഓഫ് തിങ് ആണ് നമുക്ക് വേണ്ടിയത്. അപ്പേരൻ്റ്ലി എ ഹാപ്പി മാൻ വിള്ളി ഫീൽ സോ ബിക്കോസ് ദ അൺഹാപ്പി ബെയർ ദെയർ ബർഡൻ ഇൻ സൈലൻസ്. ഹാപ്പി മാൻ ഇങ്ങനെ തോന്നുന്നു, ഹി ഫീൽസ് ഇറ്റ് സോ ബിക്കോസ് ദ അൺഹാപ്പി ബെയർ ദെയർ ബർഡൻ ഇൻ സൈലൻസ്. അൺഹാപ്പിനെസ് അവരുടെ സൈലൻസിൽ അവർ ചുമക്കുന്നത്. ഇപ്പോൾ ഹാപ്പി മാൻ ആകുമ്പോൾ അവർ വളരെ സന്തോഷിച്ചിരിക്കും. ബട്ട് ഫോർ വിച്ച് ഹാപ്പിനെസ് വുഡ് ബി ഇമ്പോസിബിൾ, ഫോർ വിച്ച് ഹാപ്പിനെസ്, അവർക്ക് ഈ ഹാപ്പിനെസ് ഇമ്പോസിബിളാണ്. That night I was able to understand how I too had a content and happy. That night എനിക്ക് തോന്നി, I was able to understand, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, how I too, എങ്ങനെ എനിക്കും have been content and happy, എങ്ങനെ എനിക്കും ഹാപ്പി ആകാൻ കഴിയും, എങ്ങനെ തൃപ്തനാകാൻ കഴിയുമെന്ന്. കണ്ടന്റ് മീൻസ് തൃപ്തി, എനിക്ക് തൃപ്തനാകാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. ഇവാനിച്ച് വെൻറ്റ് ഓൺ പറഞ്ഞു, ഗെറ്റിംഗ് അപ്പ് ഫ്രീഡം ഈസ് എ ബൂൺ, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു വരമാണ്. I used to say, ഞാൻ പറഞ്ഞു, an essential as their air we breathe, നമ്മൾ ശ്വസിക്കുന്ന വായു പോലെ. ബട്ട് വി മസ്റ്റ് വെയിറ്റ്, പക്ഷേ കാത്തിരിക്കണം. യെസ്, ഐ യൂസ് ടു സേ സോ, ബട്ട് നൗ ഐ ആസ്ക്, ഇപ്പം ഞാൻ ചോദിക്കുന്നു, വൈ ഡു വി വെയിറ്റ്, എന്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? ഇവാനിച്ച് ഗ്ലാൻസ് ആംഗ്ലി അറ്റ് ബേർസ്കിൻ, ഇവാനിച്ച് ബേർസ്കിനെ നോക്കി. വൈ ഡു യു വി വെയിറ്റ്, എന്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്? ഐ ആസ്ക്, ഞാൻ ചോദിക്കുന്നു, വാട്ട് കൺസിഡറേഷൻസ് കീപ്പ് അസ് ഫാസ്റ്റ്, എന്ത് കൺസിഡറേഷൻ കൊണ്ടാണ് നമ്മളിങ്ങനെ വേഗത്തിൽ പോകേണ്ടത്? ഐ ആം ടോൾഡ് ദാറ്റ് വി കനോട്ട് ഹാവ് എവറിതിങ് അറ്റ് വൺസ്, നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്നൊന്നും ഇങ്ങോട്ട് കിട്ടുകയല്ല. ആൻഡ് ദാറ്റ് എവറി ഐഡിയ ഈസ് റിലീസ്ഡ് ഇൻ ടൈം, എല്ലാ ഐഡിയയും സാവധാനം സമയം കഴിഞ്ഞു പോകുമ്പോഴാണ് മനസ്സിലായി വരുന്നത്. ബട്ട് ഹൂ സൈ സോ, ആരാ അങ്ങനെ പറഞ്ഞത്? വെർ ഈസ് ദ പ്രൂഫ് ദാറ്റ് ഈസ് ഇറ്റ് സോ, അതങ്ങനെയാണെന്ന് തെളിവെന്താ? ടെൽ മീ. ഐ സേ, വൈ ഷുഡ് വി വെയിറ്റ്, എന്തിനാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഐ ലെഫ്റ്റ് മൈ ബ്രദർ ഏർലി ദ നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ ബ്രദറിനെ വിട്ടു പോന്നു. ആൻഡ് ഫ്രം ദാറ്റ് ടൈം ഓൺ, അന്ന് മുതൽ ഐ ഫൈൻഡ് ഇറ്റ് ഇമ്പോസിബിൾ ടു ലീവ് ഇൻ ടൗൺ, അന്ന് തൊട്ട് എനിക്കും തോന്നി ഈ ടൗണിൽ ജീവിക്കേണ്ട, ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു ലീവ് ഇൻ ടൗൺ, ഈ ടൗണിൽ ജീവിക്കുന്ന അത്ര നല്ല കാര്യമല്ല. ദ പീസ് ആൻഡ് ക്വയറ്റ് ഓഫ് ഇറ്റ് ഒപ്രസ് മീ, അതിൻ്റെ സമാധാനവും അതിൻ്റെ ക്വയറ്റ്നെസ്സും ഒക്കെ എന്നെ അങ്ങ് അടിച്ചമർത്തുന്നു. ഐ ഡെയർ നോട്ട് ലുക്ക് ഇൻ അറ്റ് ദ വിൻഡോസ്, എനിക്ക് ജനലിലേക്ക് നോക്കാൻ തോന്നിയില്ല. ഫോർ നത്തിങ് ഈസ് മോർ ഡ്രെഡ്ഫുൾ ടു സീ ദാൻ ദ സൈറ്റ് ഓഫ് ദി ഹാപ്പി ഫാമിലി. ഇറ്റ് ഈസ് ഫോർ നത്തിങ് ഈസ് മോർ ഡ്രെഡ്ഫുൾ ടു സീ ദാൻ ദ സൈറ്റ് ഓഫ് എ ഹാപ്പി ഫാമിലി. ഒരു ഹാപ്പി ഫാമിലിയെ കാണുമ്പോൾ അത് തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സിറ്റിംഗ് അറൗണ്ട് എ ടേബിൾ, ഒരു മേശയ്ക്ക് ഇരിക്കുന്നു. ഹാവിങ് ടീ, കാപ്പി കുടിക്കുന്നു. ഐ ആം എൻ ഓൾഡ് മാൻ നൗ, ഇപ്പം ഞാൻ വയസ്സനായിരിക്കുന്നു. ആൻഡ് ഐ ആം നോ ഗുഡ് ഫോർ ദ സ്ട്രഗിൾ, എനിക്കാണ് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യാനാവില്ല. ഐ കമൻസ്ഡ് ലേറ്റ്, ഞാൻ വളരെ താമസിച്ചാണ് ഇതൊക്കെ തുടങ്ങിയത് തന്നെ. ഐ ക്യാൻ only grieve within my soul, എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ സങ്കടപ്പെടാനേ ആവൂ. ആൻഡ് ഫ്രട്ട് ആൻഡ് സൾക്ക്, വിഷമിക്കാനേ ആവുള്ളൂ. ദ നൈറ്റ് മൈ ഹെഡ് ബസസ് വിത്ത് റഷ് ഓഫ് മൈ തോട്ട്സ്, ആൻഡ് രാത്രിയിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ ഉയർന്നു വന്നു. ആൻഡ് ഐ കാൻ നോട്ട് സ്ലീപ്പ്, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇഫ് ഐ വേർ യങ്, ഞാൻ ചെറുപ്പമായിരുന്നല്ലോ.
ഇവാനോവിച്ച് walked excitedly up and down the room and repeated. അങ്ങോട്ടും ഇങ്ങോട്ടും വികാരാതിരേകത്താൽ അങ്ങോട്ട് നടന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു, ഇഫ് ഐ വേറെ ദൈവമേ ഞാൻ ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ. He suddenly walked up to അലിയോസ്കിൻ്റെ അടുക്ക ചെന്നു and shook him first by one hand, ഒരു കയ്യെ പിടിച്ചെന്ന് കുലുക്കി, and then by the other, മറ്റേ കയ്യിലും പിടിച്ച് കുലുക്കി. പാവൽ കുസ്താന്തിനിച്ച് he said in a voice of entreaty, ഒരു പേരാണ് പാവൽ കുസ്താന്തിനിച്ച്. He said in a voice of entreaty, don't be satisfied, don't let yourself be lulled to sleep. ഉറങ്ങാതെ, don't let yourself lulled to sleep. ഇങ്ങനെ ഉറക്കത്തിൽപ്പെട്ട് പോകാതെ, while you are young, strong and wealthy, ഇങ്ങനെ സ്ട്രോങ് ആണ്, വെൽത്തി ആണ്, യങ് ആണ്. Do not cease to do good. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും മടിക്കണ്ടേ. Happiness does not exist, nor should it. ഹാപ്പിനെസ് എപ്പോഴും ഹാപ്പിനെസ് നിൽക്കില്ല, നോർ ഷുഡ് ഇറ്റ്. ആൻഡ് ഇഫ് ദർ ഈസ് എനി മീനിങ് ഓർ പർപ്പസ് ഓഫ് ലൈഫ്, ജീവിതത്തിൽ എന്തെങ്കിലും പർപ്പസോ എന്തെങ്കിലും അറിവോ അറിവോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മീനിങ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ദേ വർ നോട്ട് അവർ പെഡ്ലിങ് ലിറ്റിൽ ഹാപ്പിനെസ്. ദേ വർ നോട്ട് അവർ പെഡ്ലിങ് ലിറ്റിൽ അതൊന്നും നമ്മുടെ ഈ പെഡ്ലിങ് ലിറ്റിൽ ഹാപ്പിനെസ് അല്ല, ബട്ട് ഇറ്റ് സംതിങ് റീസണബിൾ ആൻഡ് ഗ്രാൻഡ്. എന്തോ ഒരു അല്പം മഹത്വമുള്ള റീസണബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഡു ഗുഡ്, നല്ലത് ചെയ്യുക. ദെൻ ദേ ഓൾ ത്രീ സാറ്റ് ഇൻ ഡിഫറെൻറ്റ് കോർണേഴ്സ് ഓഫ് ദി ഡ്രോയിങ്. അവർ ആ മുറിയുടെ സ്വീകരണ മുറിയിൽ 3 വശത്തായിട്ടിരുന്നു. ആൻഡ് വർ സൈലൻറ്റ്, നിശബ്ദരായിരുന്നു. ഇവാൻ സ്റ്റോറി ഹാഡ് സാറ്റിസ്ഫൈഡ് നെയ്തർ ബ്രൂക്കിൻ നോർ അലിയോസ്കിൻ. അദ്ദേഹത്തിൻ്റെ കഥ സാറ്റിസ്ഫൈഡ് ആയില്ല ബർക്കിനും അലിയോസ്കിനും ഒന്നും. It was tedious to hear the story of miserable official who ate gooseberries. It was tedious to hear, ഇത് കഷ്ടമാണ് കേട്ടോ, to hear the story of a miserable official. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒഫീഷ്യൽ എന്താ ഗൂസ്ബെറി തിന്നുകൊണ്ടിരിക്കുന്ന ഈ നെല്ലിക്കാതെ നിന്ന് ഇയാളെ പറ്റി കേൾക്കുന്ന തന്നെ ഒരു മിസറബിൾ കാര്യമാണ്. Somehow they had longing to hear, എങ്ങനെയെങ്കിലുമൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ചു. ആൻഡ് സ്പീക്ക് ഓഫ് ചാമിങ് പീപ്പിളിനെ സംബന്ധിച്ച് ആൻഡ് ഓഫ് വിമൻ, അവരെപ്പറ്റി കഥ കേൾക്കാനാണ് ഇഷ്ടപ്പെട്ടത്. ആൻഡ് ദ മിയർ ഫാക്ട് ഓഫ് സിറ്റിംഗ് ഇൻ ദ ഡ്രോയിങ് റൂം വാസ് മച്ച് ബെറ്റർ ദാൻ എനി സ്റ്റോറി. ഇവിടെ ഈ മിയർ ഫാക്ട് ഓഫ് സിറ്റിംഗ് ഇൻ ദ ഡ്രോയിങ് റൂം, ഇവിടെ സ്വീകരണമുറിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ മച്ച് ബെറ്റർ ദാൻ എനി സ്റ്റോറി. ഏതൊരു സ്റ്റോറിയൊക്കെ രസമുള്ള. അലിയോസ്കിൻ wanted very much to go to bed. അദ്ദേഹത്തിന് ഇപ്പം കിടക്കാൻ പോകണമെന്ന് തോന്നി. he had to get up for his work very early. രാവിലെ എഴുന്നേക്കണം, very early, about 2 in the morning. രാവിലെ 2 മണിക്ക് എഴുന്നേക്കണം. and his eyes were closing. അദ്ദേഹം കണ്ണടച്ചു. however it is time to go to bed, said ബർക്കിൻ പറഞ്ഞു, നമുക്ക് കിടക്കാൻ നേരമായി. getting up, I will wish you good night. ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞു. അലിയോസ്കിൻ said good night. അലിയോസ്കിൻ ഗുഡ് നൈറ്റ് പറഞ്ഞു. and went down stairs ഇറങ്ങി താഴേക്ക് ചെന്നു. and left his ഗസ്റ്റുകളെ ഒക്കെ വിട്ടുപോയി. each had a large room with an old wooden bed. വലിയ റൂമാണ്, അതിൻ്റെ അകത്ത് വലിയ വുഡൻ ബെഡാണ്. ആൻഡ് കാർഡ് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവാൻ ഇവാനിച്ച് അൺഡ്രസ്ഡ് ദ സൈലൻസ് ആൻഡ് ലേ ഡൗൺ. അദ്ദേഹം അൺഡ്രസ്ഡ് ഇൻ സൈലൻസ്, അദ്ദേഹം വസ്ത്രമൊക്കെ മാറി ആൻഡ് ലേ ഡൗൺ കിടന്നു. ഗോഡ് ഫർഗീവ് മീ എ വിക്കറ്റ് സിന്നർ, ദൈവമേ എന്നോട് ക്ഷമിക്കൂ, എ വിക്കറ്റ് സിന്നർ, ഒരു പാവി. ഹേ മർമേഡ് ആസ് ഹി ഡ്രൂ ദ ക്ലോസ് ഓവർ ഹിസ് ഹെഡ്. തലയിലൂടെ ഒരു തുണി വലിച്ച് മൂടുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാപിയാണ്. റെയിൻ ബീറ്റ് അഗൈൻസ്റ്റ് ദ വിൻഡോ ഓൾ നൈറ്റ് ലോങ്. ഓൺലൈറ്റ് രാത്രി മുഴുവൻ കാറ്റിങ്ങനെ അടിച്ചു, മഴ പെയ്തുകൊണ്ടിരുന്നു. റെയിൻ ബീറ്റ് അഗൈൻസ്റ്റ് ദ വിൻഡോസ് ഓൾ നൈറ്റ് ലോങ്. രാത്രി മുഴുവൻ മഴ ജനലിലൂടെ അന്ന് അടിച്ചുകൊണ്ടിരുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.